ഹായ് കൂട്ടുകാരെ, ഞാനും കുഞ്ഞാവപ്പെണ്ണും കൂടി ഷായിക്കാടെ വീട്ടിൽ പോവാണ് കേട്ടോ. കുഞ്ഞാവപ്പെണ്ണ് ഒത്തിരി ദിവസമായി വാപ്പയുടെ വീട്ടിൽ പോയിട്ട്, അപ്പോൾ വാപ്പാപ്പാനെയൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഞങ്ങൾ ഓട്ടോയിലാണെങ്കിൽ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേനാണെങ്കിൽ ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഉമ്മാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വാപ്പ ഉണ്ടായിരുന്നു. വാപ്പാനെയൊക്കെ കയറി കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. എന്നാണെങ്കിലും എന്തേ ചെന്ന പാടെ നമ്മുടെ കുഞ്ഞാവപ്പെണ്ണ് ഉറക്കം പിടിച്ചു കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവളാണെങ്കിൽ ചെന്ന പാടെ സുഖം പറ്റി അങ്ങ് കിടന്നുറങ്ങിപ്പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഉമ്മ വന്നു കേട്ടോ. നമ്മുടെ ഉമ്മയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് വരുന്നത്. ചക്കയാണ് കേട്ടോ. അത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇട്ടാണ്. നമ്മുടെ ജമീലാമ്മക്ക് ഭയങ്കര ഫേവറേറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ജമീലാമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ചക്ക കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരും എല്ലാവരും കൂടി കൂടിയിട്ട് ചക്ക ഇട്ടു. 3 ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ. ഉമ്മയാണെങ്കിൽ ചക്ക നന്നായിട്ട് മുറിച്ച് ഫുള്ളായിട്ട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരുക്കാൻ പാടാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് മുറിച്ച് തരാൻ പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ അമ്മ ചക്ക മുറിച്ച് തന്നു വിട്ടു. അതേ 2 കവർ നിറച്ച് എനിക്കങ്ങനെ കൊണ്ടുപോകാനുള്ള ചക്കയൊക്കെ ഉമ്മ റെഡിയാക്കി തന്നു വിട്ടു. അങ്ങനെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ചക്കയൊക്കെ ഒരുക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ന്യൂസ്റ്റ് വന്നു കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിന്ന് ചക്ക ഒരുക്കണമൊക്കെ ഒരു ഭയങ്കര രസമല്ലായിരുന്നു. ആ സീൻ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഉമ്മായും എല്ലാവരും കൂടി ചക്ക ഒടുക്കുന്ന കലാപരിപാടിയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ നമ്മുടെ കുഞ്ഞാവപ്പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് കൂട്ടുവാക്കിയിട്ട് എണീച്ച് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേ കുഞ്ഞാവപ്പെണ്ണിനെ കുറച്ച് നേരം വാപ്പാപ്പായും ഉമ്മമായൊക്കെ സംസാരിച്ച് കൊഞ്ചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കുഞ്ഞാവപ്പെണ്ണാണെങ്കിൽ കട്ടക്കലിപ്പിൽ എപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും പെണ്ണിന് നമുക്ക് കലിപ്പ് സീനാട്ടോ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം അവരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലാണെങ്കിൽ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് പറയാനാ, അവരെല്ലാവരും കൂടി വീണ്ടും നമുക്ക് കുറച്ചുകൂടി ചക്ക ഒരുങ്ങാറുണ്ടായിരുന്നു. അതെല്ലാം ഒരുക്കി തന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി. അല്ലെങ്കിൽ ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് കുത്തിയിരുന്ന് ചക്ക ഒരുക്കേണ്ടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞാവപ്പെണ്ണിനെയാണെങ്കിലും അണച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. കുഞ്ഞാവപ്പെണ്ണ് ഭയങ്കര ഹാപ്പി കേട്ടോ. അവനുമായിട്ട് ഭയങ്കര കൂട്ടായി തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ എയർ ഫ്രയറിൽ ഞാനാണെങ്കിൽ കുറച്ച് ചക്ക അങ്ങ് വറുത്തെടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കാതെ വറുത്തെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം വെച്ചേക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ചക്കയാണ് എടുത്തത്. എനിക്കും അമ്മച്ചിക്കും കഴിക്കാനുള്ളത് മാത്രം വറുത്തെടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ ചക്ക വറുത്തത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക പുഴുക്ക് ജമീലമ്മ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചാറും മീൻ പൊരിച്ചതും മീൻ കറി എല്ലാം കൂടി കൂട്ടി ഞാൻ അതും അടിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു രാത്രിയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ചക്കപ്പുഴുക്ക് കഴിച്ചത്. അങ്ങനെ ചക്ക വറുത്തതും ചക്ക പുഴുങ്ങിയതും മൊത്തത്തിൽ ഒരു ചക്കമയം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.